നോമ്പിന് പറ്റിയ ഒരു കിടിലൻ പുതിയ സ്റ്റൈൽ റോൾ ഉണ്ടാക്കിയാലോ. ഈ റോളിൻ്റെ ഫില്ലിംഗ് എന്ന് വെച്ചാൽ നല്ല ചിക്കനും മെൽറ്റി ചീസായിട്ട് കിടിലൻ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിന് നമുക്ക് മൈദ അല്ലെങ്കിൽ പേസ്ട്രി ഷീറ്റ് ഒന്നും വേണ്ട, അതൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റോൾസാണ് ഫ്രൈഡ് റോൾസ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി 600 ഗ്രാം മിൻസ്ഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചിക്കൻ കീമ. ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല കൊത്തി അരിഞ്ഞത് ഞാൻ പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. എന്നാൽ ഒരുപാട് പേസ്റ്റും വേണ്ട. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ്, അത് ഞാൻ പച്ചമുളകും വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങും ആ പച്ചമുളകിൽ നിന്ന്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ തന്തൂരി മസാലപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറാണ് ഇതിന് ഫ്ലേവർ കൂടുതൽ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വീതം നന്നായി കൊത്തി അരിഞ്ഞ പുതിനയും മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് ബ്രെഡ് ക്രംസ്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. ഞാനൊന്ന് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണിന് കുറച്ച് കൂടുതൽ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇതിൽ മിക്സിയിൽ ഇട്ടൊന്നും മറിക്കരുത്, അപ്പോൾ നമ്മുടെ ടെക്സ്ചർ ആകെ ചീത്തായി പോവും. കൈ കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ, ആ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആ ഓയിൽ എല്ലായിടത്തും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തന്തൂരി മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഞാൻ യൂസ് ചെയ്യുന്ന റെസിപ്പീസ് എൻ്റെ വെബ്സൈറ്റ് റെസിപ്പിയിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെക്ക് ചെയ്തോ. ഇനി നമുക്ക് ഈ റോൾസ് ബ്രെഡും മൈദയും പേസ്ട്രി ഷീറ്റൊന്നും ഇല്ലാണ്ട് റോളാക്കണത് എങ്ങനെയാണെന്ന് കാണാം. അതിനുവേണ്ടി വലിയൊരു സൈസ് ഇതിൻ്റെ മിൻസ് ചിക്കൻ ഒരു ബോളാക്കിയിട്ട് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ വാക്സ് പേപ്പറിൻ്റെ ഒരു ഷീറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് മടക്കി കൊടുക്കുക ആ പേപ്പർ. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക, കൈ കൊണ്ടൊന്ന് അമർത്തി നന്നായിട്ട് സ്മൂത്തായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് പൊക്കുമ്പോൾ നല്ലൊരു ഫ്ലാറ്റ് ഷീറ്റ് പോലെ ആയി കിട്ടും നമ്മുടെ കീമ ഫില്ലിങ് ഇതുപോലെ. അതിൻ്റെ ഒരു എഡ്ജ് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ചീസ് സ്ലൈസസിൻ്റെ ആ സൈസിനേലും കുറച്ചും കൂടി വലുതായിരിക്കണം നമ്മൾ പരത്തിയെടുക്കുമ്പോഴും. ഇനി ആ ഫ്ലാറ്റ് എഡ്ജിന് ചേർത്ത് നമുക്ക് ആ ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ബട്ടർ പേപ്പറും മടക്കി കൊടുക്കാം. അപ്പോൾ ആ കീമ ഫില്ലിങ് നല്ലൊരു എൻവലപ്പ് പോലെ ചീസിൻ്റെ ചുറ്റും ഇതുപോലെ നീറ്റായി കിട്ടും. ഇനി നമുക്ക് ആ ഒരു എഡ്ജ് ഇപ്പോഴും റഫായിട്ടിരിക്കണില്ലേ, അതൊന്ന് പതുക്കനെ റോൾ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഡിസ്പോസിബിൾ ഹാൻഡ് ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ, നമ്മുടെ കൈമേലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം നമുക്ക് ഇത് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ രണ്ടാമതെടുത്ത ബട്ടർ പേപ്പറാണ് കുറച്ചും കൂടി ആ ഒരു വാക്സി ഫിനിഷ്, അങ്ങനത്തെയാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സിപ്പ് ലോക്കിൻ്റെ വലിയൊരു ബാഗ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് അതും യൂസ് ചെയ്യാം ഈ ഷീറ്റായിട്ട് മടക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ എഡ്ജ് റോൾ ചെയ്യുമ്പോൾ വളരെ പതുക്കനെ വേണം, കാരണം ഇത് കീമല്ലേ, പെട്ടെന്ന് ഷേപ്പൊക്കെ മാറും. അപ്പോൾ കൈ വളരെ ജെൻറ്റലായിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് വെയിറ്റ് കൊടുത്തിട്ട് റോൾ ചെയ്താൽ മതി. എന്നിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒന്നും കൂടി ഇങ്ങോട്ടും അങ്ങോട്ടും റോൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടും ആ റോളിന്. പിന്നെ ഈ റോൾസ് കൈ കൊണ്ട് പിടിക്കുമ്പോഴും ഈ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുമ്പോൾ വളരെ ജെൻറ്റലായിട്ട് വേണം, കാരണം കീമയല്ലേ, പെട്ടെന്ന് ഷേപ്പൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചീസ് സ്ലൈസ് ഉണ്ടല്ലോ, ഞാൻ നാച്ചുറൽ മോട്ട്സറല്ലയുടെ ചീസ് സ്ലൈസാണ് യൂസ് ചെയ്യുന്നത്. പ്രോസസ് ചീസിനേലും കാളും നല്ലത് കിട്ടുകയാണെങ്കിൽ നാച്ചുറൽ ചീസ് സ്ലൈസ് ഉപയോഗിക്കാൻ നോക്കാം. ചീസ് സ്ലൈസാണ് നല്ലത്, എന്നാലും ഗ്രേറ്റഡ് ചീസ് ഉള്ളുവെങ്കിൽ അത് ഇതുപോലെ ആ ചിക്കൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബ്രെഡ് ക്രംസിൻ്റെ ലെയർ ഒരുപാട് കട്ടിയിൽ വേണം, വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ മതി. അപ്പോൾ സാധാരണ നമ്മൾ മുട്ട അടിച്ചത് അതിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിൽ മുക്കുന്നത്. പക്ഷേ ഈ ടൈപ്പ് റോളിൽ ആദ്യം ബ്രെഡ് ക്രംസ് എന്നിട്ടാണ് ഈ മുട്ട അടിച്ചതിൽ മുക്കിയെടുക്കണത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷ്, ഒരു കബാബ് റോള് പോലെ കിട്ടുന്നത്. ഇനി ഒന്ന് ചെറുതായി ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനിൻ്റെ സൈസ് അനുസരിച്ച് 3-4 എണ്ണം വെച്ചിട്ട് ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഒരുമിച്ചിടണ്ട. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിം ആയിരിക്കരുത്, അല്ലെങ്കിൽ അതിന് പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും, എന്നിട്ട് ഉള്ളിൽ ചിക്കൻ കുക്ക് ആയിട്ടുണ്ടാവില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഓയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യണ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
2 മിനിറ്റ് ഒരു സൈഡ് എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ്. അപ്പോൾ മിൻസ് ചിക്കൻ അല്ലേ, കീമയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. നിങ്ങൾ കൂടുതൽ നേരം കുക്ക് ചെയ്യാൻ നോക്കണ്ട, ചിക്കൻ വേവില്ലാന്നും പേടിച്ചിട്ട് മിൻസ് ചിക്കൻ വേഗം കുക്കാവും. അപ്പോൾ ഒരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട്. നമുക്ക് കിച്ചൺ പേപ്പറിൽ അത് മാറ്റി വയ്ക്കാം, എന്നിട്ട് അടുത്ത ബാച്ച് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമ്മൾ റമദാനിന് ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കിയില്ലേ, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിപ്പോൾ ഒരു ഗ്രീൻ ചട്നിനായിട്ടോ അല്ലെങ്കിൽ കെച്ചപ്പിനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്, എന്നാലും ഒന്നുമില്ലാണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതേ റെസിപ്പി കാർഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. റെസിപ്പി ഇഷ്ടമായെങ്കിലും ട്രൈ ചെയ്താലും വീഡിയോ കണ്ടാലും താഴെ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.